ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മംസ് ഡെയിലി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഗോതമ്പ് പൊടിയും വീട്ടിലുള്ള 2 ആപ്പിളും വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ പലഹാരമാണ് കേട്ടോ. ഇതൊരു ആപ്പിൾ കേക്കാണ്. പക്ഷെ ഇത് കേക്ക് എന്ന് പറയുമ്പോൾ വലിയ വലിയ കാര്യങ്ങളാണൊന്നും വിചാരിക്കേണ്ട. വളരെ സിമ്പിളായിട്ട് എന്നാൽ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കേക്കാണ് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 2 മീഡിയം സൈസ് ആയിട്ടുള്ള ആപ്പിൾ എടുത്തിട്ടുണ്ട്. നമുക്ക് ആദ്യം തന്നെ ഈ ആപ്പിളിൻ്റെ തൊലിയെല്ലാം ഒന്ന് കളഞ്ഞിട്ടൊന്ന് അരിഞ്ഞെടുക്കണം. ഇതാ അപ്പോൾ ആപ്പിളിൻ്റെ തൊലിയെല്ലാം കളഞ്ഞിട്ടുണ്ട്. ഇനി അതിൻ്റെ നടുക്കുള്ള കുരു ആ ഒരു ഭാഗമൊക്കെ ഒന്ന് മുറിച്ച് കളയണം കേട്ടോ. അതിനുശേഷം നല്ല നീളത്തിൽ കനം കുറച്ചിട്ട് വേണം ഇതൊന്ന് അരിഞ്ഞെടുക്കാനായിട്ട്. അപ്പോൾ ഇത് ഒന്ന് കാണിക്കാം കേട്ടോ. ഈ ഒരു രീതിക്കുള്ള കനം കുറച്ചിട്ടാണ് നമ്മളിതൊന്ന് അരിഞ്ഞെടുക്കുന്നത്. എത്രത്തോളം കനം കുറച്ചെടുക്കാൻ പറ്റുന്നോ അത്രത്തോളം നല്ലത്. അപ്പോൾ ഞാനിതൊന്ന് പെട്ടെന്നൊന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ആപ്പിൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഒരു പാത്രത്തിൽ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെക്കാം. പാൻ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ഒരു 1/2 ടേബിൾ സ്പൂൺ ബട്ടറാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ബട്ടറിന് പകരം നെയ്യാണെങ്കിലും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ബട്ടർ ഒന്ന് മെൽറ്റായി വരട്ടെ. മെൽറ്റായ ഉടനെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഈ ആപ്പിൾ ഒന്ന് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കണം. ഞാനിതിപ്പോൾ ലോ ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത്. നമുക്ക് ലോ ഫ്ലെയിമിൽ ഏകദേശം ഒരു 1 മിനിറ്റോളം ഈ ബട്ടറും ആപ്പിളും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആവാവുന്ന രീതിയിൽ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ ആപ്പിളൊക്കെ ചിലപ്പം മധുരം, ചിലതിന് ഇച്ചിരി പുളി കാണും, ചിലപ്പോൾ ഇച്ചിരി മധുരം കാണും. ഇനിയിപ്പോൾ മധുരവും പുളിയൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും നമ്മൾ ഇതിനകത്തോട്ട് പഞ്ചസാര ചേർക്കുന്നുണ്ട്. അപ്പോൾ അതിന് മുൻപ് ആദ്യം നമുക്ക് ഇച്ചിരി നാരങ്ങനീര് ചേർക്കണം. ഏകദേശം ഒരു 1/4 ടീസ്പൂൺ നാരങ്ങനീര് ഈ ഒരു ആപ്പിളിൻ്റെ മേലെ. ഞാനിപ്പോൾ പഞ്ചസാര ചേർത്തിട്ടില്ല കേട്ടോ. ജസ്റ്റ് ആ ഒരു ബട്ടറിൽ ഒന്ന് മിക്സായി കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് ഞാൻ ഈ ഒരു നാരങ്ങയുടെ നീര് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം നമുക്കിതാ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആപ്പിളിൻ്റെ പുളി മധുരമൊക്കെ അനുസരിച്ച് ചേർക്കുക. ഞാൻ എടുത്തിരിക്കുന്ന ആപ്പിളിന് വലിയ മധുരം ഇല്ലാത്തതുകൊണ്ട് ഞാൻ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇതിനകത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളെടുക്കുന്ന ആപ്പിളിന് ഇപ്പം പഞ്ചസാര അത്യാവശ്യം മധുരമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് 1 ടേബിൾ സ്പൂൺ ആക്കി കുറച്ചാൽ മതി. എത്ര മധുരം ഉണ്ടെന്ന് പറഞ്ഞാലും ഇച്ചിരി പഞ്ചസാര ചേർക്കാൻ മറക്കരുത്. അപ്പോൾ ഈ ഒരു ആപ്പിളൊക്കെ നന്നായിട്ടൊന്ന് വഴണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഒത്തിരി അങ്ങ് എന്താ പറയുക ഞെങ്ങുന്ന പോലെ അല്ലെങ്കിൽ ഒത്തിരി അങ്ങ് വേവിച്ചെടുക്കേണ്ട കാര്യമില്ല. ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്താൽ മതി. ഏകദേശം ഒരു 2 മിനിറ്റ് സമയം എടുത്തിട്ടാണ് ഞാനത് ഈ ഒരു പരുവത്തിലാക്കി വെച്ചിട്ടുള്ളത്. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. ഇനി ഒരു ബൗൾ എടുക്കുക. ഇതിനകത്തോട്ട് നമുക്ക് 2 മുട്ട ഒന്ന് പൊട്ടിച്ചൊഴിക്കണം. മുട്ടയുടെ മഞ്ഞയും വെള്ളയും ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ മുട്ട ഞാൻ ബീറ്റ് ചെയ്തെടുക്കുന്നത് ഒരു ബീറ്റർ വെച്ചിട്ടാണ്. ഇത് നിങ്ങൾക്ക് ബീറ്റർ മാത്രമല്ല 2 രീതിയിൽ ചെയ്യാം. ഒന്ന് നമുക്ക് വിസ്ക് വെച്ചിട്ട് നന്നായിട്ട് തന്നെ അടിച്ചെടുക്കാം. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ മിക്സിയിലാണെങ്കിലും നന്നായിട്ട് അടിച്ചെടുക്കാം. ഇനി വിസ്ക് വെച്ചിട്ടാണ് അടിച്ചെടുക്കുന്നത് എന്നുണ്ടെങ്കിൽ നന്നായിട്ട് തന്നെ ബീറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. എത്രത്തോളം നമ്മൾ ഈ ഒരു മുട്ട പതപ്പിച്ചെടുക്കുന്നോ അത്രയും നമ്മുടെ കേക്ക് സോഫ്റ്റ് ആയിട്ട് കിട്ടും. അപ്പം ഞാൻ ഇപ്പോൾ ബീറ്റർ ആകുമ്പോൾ ഇച്ചിരി പണി എളുപ്പമല്ലേ എന്ന് ഓർത്തിട്ടാണ് ഞാൻ ബീറ്റർ എടുത്തിരിക്കുന്നത്. ഏറ്റവും നല്ലത് മിക്സി തന്നെയാണ്. മിക്സി അല്ലെങ്കിൽ ബീറ്റർ ഏതെങ്കിലും ഒന്ന് എടുക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു രീതിയിൽ നന്നായിട്ട് പതപ്പിച്ചിട്ടൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമുക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇത് പൊടിച്ച പഞ്ചസാരയാണ്. പൊടിക്കാത്ത പഞ്ചസാരയാണ് കേട്ടോ. നിങ്ങൾക്ക് പൊടിച്ച പഞ്ചസാരയാണെങ്കിലും ചേർത്ത് കൊടുക്കാം. പിന്നെ ചേർക്കുന്നത് 1/2 കപ്പ് പാലാണ്. ഇത് തിളപ്പിച്ച് ചൂടാറിയിട്ടുള്ള പാലാണ്, റൂം ടെമ്പറേച്ചറിലുള്ള പാലാണ്. പിന്നെ ചേർക്കുന്നത് തൈരാണ്. 1/4 കപ്പ് തൈര് ചേർക്കുമ്പോൾ നല്ല കട്ടിയായിട്ടുള്ള തൈര് ചേർക്കുക, പുളി കുറഞ്ഞിട്ടുള്ള തൈര്. അപ്പോൾ അത് 1/4 കപ്പ് ചേർത്ത് കൊടുക്കണം. ഇതെല്ലാം റൂം ടെമ്പറേച്ചറിലാണ് കേട്ടോ. മുട്ട, പാല്, തൈര് ഇതൊക്കെ റൂം ടെമ്പറേച്ചറിലുള്ളത് എടുക്കുക. പിന്നെ ഇതിനകത്തോട്ട് ഞാനൊരു 1/4 കപ്പ് ഓയിൽ കൂടെ ഒഴിക്കുന്നുണ്ട്. തൈര് എടുത്ത അതേ അളവിൽ തന്നെയാണ് ഓയിൽ എടുത്തിരിക്കുന്നത്. ഇവിടെ വെജിറ്റബിൾ ഓയിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിലും എടുക്കാം. പിന്നെ 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കുക. നമുക്ക് ആ മുട്ടയുടെ മണമൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ടാണ്. ഇനിയിപ്പോൾ വാനില എസൻസ് ഇല്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ അതിന് പകരം ഏലക്ക ഉണ്ടല്ലോ, അതിൻ്റെ ഒരു പൊടി ഇട്ട് കൊടുത്തുന്നാലും നമുക്ക് ആ ഒരു ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് അത് ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ ഇഷ്ടമുള്ള എസൻസ് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക. ആ പഞ്ചസാര തരികളോട് കൂടി ആയിട്ടുള്ളത് കൊണ്ട് നന്നായിട്ട് തന്നെ അതൊന്ന് മെൽറ്റ് ആവണം. ഇനി ഇതിനകത്തോട്ട് നമുക്ക് ഒരു അരിപ്പ വെച്ച് കൊടുക്കാം. അരിപ്പയ്ക്കകത്തോട്ട് 1/4 കപ്പ് ഗോതമ്പ് പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഗോതമ്പ് പൊടിക്ക് പകരം മൈദപ്പൊടി വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്.
അടുത്തത് ഇതിനകത്തോട്ട് ഞാൻ ചേർക്കുന്നത് ബേക്കിംഗ് പൗഡറാണ്. ബേക്കിംഗ് സോഡ ഇതിനകത്ത് ചേർക്കുന്നില്ല കേട്ടോ. ബേക്കിംഗ് പൗഡർ 1 ടീസ്പൂൺ മാത്രം ചേർക്കുന്നുണ്ട്. ഇനി നിങ്ങളുടെ കയ്യിൽ ബേക്കിംഗ് പൗഡർ ഇല്ല, ബേക്കിംഗ് സോഡ മാത്രമാണ് ഉള്ളത് എന്നുണ്ടെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. പിന്നെ ലാസ്റ്റ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഒരു 2 നുള്ളു ഉപ്പാണ്, ആ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് അരിച്ചെടുക്കണം. നിങ്ങൾ അരിച്ചെടുത്താലാണ് നമുക്ക് അതിനകത്തുള്ള കട്ടകൾ, ഇപ്പോൾ ഗോതമ്പ് പൊടി എന്ത് പൊടിയാണെങ്കിലും നമുക്ക് തരികൾ കാണും. ഇപ്പം നിങ്ങൾക്ക് ഈ അരിപ്പയിൽ നോക്കിയാൽ കാണാം ഇങ്ങനെ കട്ട പിടിച്ച് കിടക്കുന്നത്. നമ്മളിത് അരിക്കാതെ ഈ ഒരു മിക്സിനകത്തോട്ട് ഇടുവായിരുന്നെങ്കിൽ ഇത് നമ്മുടെ കേക്ക് ഈ കട്ട കിടക്കുന്ന ഭാഗത്തൊക്കെ നമ്മുടെ കേക്ക് ഒട്ടും വേവുമില്ല, സോഫ്റ്റായി വരത്തുമില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇതൊന്ന് അരിക്കുന്നത്. നിങ്ങൾക്ക് എത്രത്തോളം 2-3 തവണ അരിച്ചാൽ അത്രയും നല്ലതാണ്. പക്ഷെ ഞാനിപ്പോൾ ഇവിടെ ഒരു തവണ അരിക്കുന്നുള്ളൂ. ഞാൻ എല്ലാ പ്രാവശ്യവും കേക്കിന് ഒരു തവണ അരിക്കാറുള്ളൂ. കൂടുതൽ അരിച്ചാൽ കൂടുതൽ നന്നാണ് കേട്ടോ. ഇനി നമുക്കിത് ഒരു സൈഡിലേക്ക് മാത്രം ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ കറി ഇളക്കുന്നത് പോലെ ഇളക്കരുത്. ഞാൻ എൻ്റെ എല്ലാ വീഡിയോസിലും പറയുന്നതാണ്. നമ്മൾ കേക്കൊക്കെ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടണമെങ്കിൽ ചെറിയ ചെറിയ കാര്യങ്ങളാണ് നമുക്ക് തോന്നും, പക്ഷെ അതിലൊക്കെ വലിയ ഇമ്പോർട്ടൻസ് ഉണ്ട് അതിനൊക്കെ. അതൊക്കെ ചെയ്താലാണ് നമ്മുടെ കേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് വരത്തുള്ളൂ. ഇനിയിപ്പോൾ ഒരേ സൈഡിലേക്ക് തന്നെ ചെയ്ത് നമുക്ക് ഇതൊന്ന് ഇളക്കി എടുക്കാം. നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഞാൻ ഇതിനകത്തോട്ട് കൂടുതൽ പാലോ ഓയിലോ ഒന്നും ഒഴിക്കേണ്ട വന്നില്ല, എനിക്ക് എല്ലാം കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി കണ്ടോ നമ്മുടെ ഈ ഒരു ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി കണ്ടോ, ഇങ്ങനെ മടക്ക് പോലെ വീഴുന്നുണ്ട്. അപ്പോൾ ബാറ്റർ ഇത് നല്ല പെർഫെക്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഞാൻ ഒരു ചായപാത്രമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ചായപാത്രത്തിൻ്റെ ആ ഒരു പിടി നിങ്ങൾക്ക് കാണാം, ഞാൻ മാറ്റിയിട്ടുണ്ട്. അതിൻ്റെ സ്ക്രൂ എല്ലാം ഊരി മാറ്റി. അപ്പോൾ ഇത് നല്ലൊരു ഷേപ്പിൽ കിട്ടാനും പിന്നെ എല്ലാ വീടുകളിലും കേക്ക് ടിൻ ഉണ്ടാവില്ല, അപ്പോൾ അതും കൂടെ കണക്കിലെടുത്താണ് ഞാൻ ചായപാത്രത്തിൽ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഏത് പാത്രമാണോ എടുക്കുന്നത്, കേക്ക് ടിൻ ആയിക്കോട്ടെ ചായപാത്രം ആയിക്കോട്ടെ, അതിന് ഒന്ന് ചെറുതായിട്ടൊന്ന് ഗ്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്പം ബട്ടറോ ഓയിലോ ഒന്ന് തേച്ച് കൊടുക്കുക. അതിനുശേഷം ഒരു ബട്ടർ പേപ്പർ ഞാനിങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ആ ബട്ടർ പേപ്പർ വെച്ചതിൻ്റെ മേലെ കൂടിയും ഞാൻ അല്പം കൂടെ എണ്ണയൊന്ന് തടവി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ബട്ടർ പേപ്പറൊക്കെ വെച്ചാലത്തെ ഗുണം എന്താണെന്ന് വെച്ചാൽ അടി പിടിക്കത്തേ ഇല്ല. എന്ത് കാണിച്ചെന്നാലും ആ ബട്ടർ പേപ്പറിൻ്റെ ആ ഒരു എന്താ പറയുക, ആ ഒരു പ്രൊട്ടക്ഷൻ എപ്പോഴും ഉണ്ടാവും. അപ്പം ഞാൻ എപ്പോഴും കേക്ക് ഉണ്ടാക്കുമ്പോൾ ബട്ടർ പേപ്പർ വെക്കാറുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ വെക്കാൻ നോക്കുക. ഇനി നമുക്കിത് നമ്മുടെ ബാറ്റർ ഒന്ന് ഇതിനകത്തോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് തട്ടിക്കൊടുക്കണം. നിങ്ങൾ എത്രത്തോളം തട്ടിക്കൊടുക്കുന്നോ അത്രത്തോളം നമ്മുടെ കേക്കിനകത്തുള്ള എയർ ബബിൾസ് ഒക്കെ പോയി കിട്ടും. ഈ എയർ ബബിൾസ് പോയാലാണ് നമുക്ക് എന്താ പറയുക കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ടൊക്കെ കിട്ടത്തുള്ളൂ. അപ്പോൾ ഞാൻ ഈ ഒരു ബാറ്റർ ഇതിനകത്തോട്ട് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തട്ടിക്കൊടുക്കാം. അപ്പോൾ തട്ടിക്കൊടുക്കുന്നതോട് കൂടെ തന്നെ എയർ ബബിൾസ് പോകുന്ന മാത്രമല്ല നമ്മുടെ കേക്ക് നന്നായിട്ട് തന്നെ ലെവലായിട്ട് കിട്ടും ചെയ്യും. അങ്ങനെ നമ്മുടെ കേക്കൊക്കെ നല്ല ലെവലായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലെ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആപ്പിളും പഞ്ചസാരയൊക്കെ ഇട്ടിട്ടുള്ളൊരു മിക്സ് ഉണ്ടല്ലോ, അത് ഇതിൻ്റെ മേലെ അങ്ങ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്കൊരു സംശയം തോന്നും, നമ്മൾ ഈ ആപ്പിൾ ഇട്ട് കൊടുക്കുമ്പോൾ ഇത് ബാറ്ററിൽ മുങ്ങിപ്പോകത്തില്ലേന്ന്. ഒരിക്കലുമില്ല. അങ്ങനെ മുങ്ങി പോവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ആ ഒരു കാര്യം ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട. നമ്മൾ ഇടുമ്പോൾ ഇതേപോലെ തന്നെ മേലെ തന്നെ കിടക്കും, ഒട്ടും തന്നെ മുങ്ങിപ്പോവില്ല കേട്ടോ. ഇനി നിങ്ങൾക്ക് ഇതിനകത്ത് മേലെ കശുവണ്ടിയൊക്കെ വെക്കണമെന്നുണ്ടെങ്കിൽ ഒരു പകുതി വേവാകുമ്പോൾ നമുക്ക് ആ ഒരു ഞാനിതിനകത്ത് ഇന്ന് ഓവനല്ല ഉപയോഗിക്കുന്നത്, ഓവൻ ഇല്ലാതെയുള്ള പാത്രത്തിലാണ് ചെയ്യുന്നത്. അപ്പം ആ ഒരു പകുതി വേവാകുമ്പോൾ ഒന്ന് തുറന്ന് നമുക്ക് ആ കശുവണ്ടിയൊക്കെ വെച്ച് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഞാൻ ആ ഷുഗർ സിറപ്പ് ഉള്ളതും കൂടെ ഒന്ന് മേലെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ കേക്ക് ടിന്നിലുള്ള ബാറ്റർ റെഡിയാണ്. അപ്പോൾ ഇത് ബേക്ക് ചെയ്യാനായിട്ട് നമ്മുടെ സ്ഥിരം പാത്രം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പാത്രം ഞാൻ ഏകദേശം ഒരു 8 മിനിറ്റോളം മീഡിയം ഫ്ലെയിമിലൊന്ന് ചൂടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ മൂടി വെച്ചിട്ട് തന്നെയാണ് ചൂടാക്കിയത്. പാത്രം കണ്ടോ നല്ല ചൂടായിട്ട് ഇരിപ്പുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമുക്കിതുപോലെ ഒരു വയർ റാക്ക് വെച്ച് കൊടുക്കുക, അല്ലെങ്കിൽ ഒരു സ്റ്റീൽ പാത്രം ഉണ്ടെങ്കിൽ അതൊന്ന് കമിഴ്ത്തി വെച്ചിട്ട് അതിൻ്റെ മേലെ ഈ കേക്ക് ടീൻ വെച്ച് കൊടുത്തെന്നാലും മതിയാവും. അപ്പോൾ ഞാൻ ഈ ഒരു വയർ റാക്കിൻ്റെ മേലെ നമ്മുടെ ഒരു കേക്ക് ടീൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് 35 മിനിറ്റ് മുതൽ 45 മിനിറ്റ് വരെ സമയത്തിൽ ഞാനൊരു മീഡിയം ലോ അതിൻ്റെ ഇടയ്ക്കുള്ളൊരു ഫ്ലെയിമിലാണ് ഇട്ടിരുന്നത്. അപ്പോൾ സമയം എടുത്തിട്ടാണ് ഇതായി വരിക. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന മൂടികയ്ക്ക് ഇതുപോലെ അടപ്പിന് അല്ലെങ്കിൽ മൂടികയ്ക്ക് ഓട്ടയുണ്ടെങ്കിൽ അതിനകത്തൊരു പേപ്പർ കുത്തിയിറക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇവിടെ കറക്റ്റ് ഒരു 30 മിനിറ്റ് സമയമായിട്ടുണ്ട്. അപ്പോഴാണ് ഞാൻ ഓർത്ത കശുവണ്ടി ഞാൻ വെക്കാൻ മറന്നുപോയല്ലോ എന്ന്. അപ്പോൾ നിങ്ങൾ വെക്കുവാണെങ്കിൽ ഇത്രയും ലേറ്റ് ആവേണ്ട കാര്യമില്ല. ഒരു 10-15 മിനിറ്റ് ഒക്കെ കഴിയുമ്പോൾ നമ്മുടെ കേക്ക് ചെറുതായിട്ട് ഇങ്ങനെ പൊന്തി വരാൻ തുടങ്ങുമല്ലോ. ആ ഒരു സമയത്ത് കേക്കിൻ്റെ മേലെ നിങ്ങൾക്ക് എങ്ങനെയാണ് കശുവണ്ടി വെക്കേണ്ടതെന്നനുസരിച്ച് അവിടെ ഇവിടെയൊക്കെ ഒന്ന് വെച്ച് കൊടുക്കുക. ഞാൻ ഇച്ചിരി ലേറ്റായി പോയി, അതുകൊണ്ട് കശുവണ്ടി ഒന്ന്
ഒന്ന് മൊരിഞ്ഞ ഒരു ഗോൾഡൻ കളറായിട്ട് എനിക്ക് വന്നില്ലായിരുന്നു. അത് സാരമില്ല, പക്ഷെ ഇവിടെ കുഞ്ഞുങ്ങൾക്ക് കശുവണ്ടി പറക്കി തിന്നാൻ ഇഷ്ടമായതുകൊണ്ട് പിന്നെ അവരതങ്ങനെ ശ്രദ്ധിച്ചൊന്നുമില്ല. അപ്പം ഞാനിതാ ഒരു 30ാമത്തെ മിനിറ്റിലാണ് കേക്കൊക്കെ അത്യാവശ്യം നിറക്കെ മാറി വന്നിട്ടുണ്ട്. ഞാൻ അപ്പോൾ ഒന്നും കൂടെ അതൊന്ന് മൂടി വെച്ച് ഒരു 10 മിനിറ്റും കൂടെ ഒന്ന് മൂടി വെക്കുന്നുണ്ട്. ഇതാ അപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞു. നമ്മുടെ കേക്കൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് നോക്കാം, ഒന്ന് കുത്തി നോക്കുന്നുണ്ട് കേട്ടോ. ഇതിപ്പം കറക്റ്റ് 40 മിനിറ്റിലാണ് എടുത്തത്. പക്ഷെ ഒന്ന് നോക്കിക്കേ, 40 മിനിറ്റിൽ കുത്തി കഴിഞ്ഞപ്പോഴത്തേക്കും ഇതിനെ കണ്ടോ, ഈ നമ്മൾ സ്ക്യൂവറിൽ കുത്തി കഴിഞ്ഞപ്പോഴത്തേക്കും ഇച്ചിരി അങ്ങനെ പറ്റി പിടിച്ചിരിക്കുന്നുണ്ട്. അപ്പം ഞാൻ ഒന്നുകൂടെ മൂടി വെച്ച് ഒരു 5 മിനിറ്റും കൂടെ ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അത് 5 മിനിറ്റ് കഴിഞ്ഞു. ഒന്നും കൂടെ നമുക്കൊന്ന് കുത്തിയെടുത്ത് നോക്കാം. അപ്പോൾ നമുക്കറിയാമല്ലോ ഇത് വെന്തിട്ടുണ്ടല്ലോ എന്ന്. അപ്പോൾ ഞാൻ കുത്തിയെടുത്ത് കഴിഞ്ഞപ്പോൾ നല്ല ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനർത്ഥം ഇതിൻ്റെ അകമൊക്കെ വെന്തിട്ടുണ്ടെന്നാണ്. അപ്പോൾ കറക്റ്റ് 45 മിനിറ്റാണ് എനിക്ക് എടുത്തത് ഇതായി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി നമുക്കിത് ഞാൻ കൗണ്ടർ ടോപ്പിൽ മാറ്റി വെച്ചിട്ടുണ്ട്, ചൂടാറട്ടെ. ചൂടാറിയതിന് ശേഷം നമുക്ക് ഒരു സ്പാച്ചിൽ വെച്ചിട്ട് ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് അകത്തി കൊടുക്കാം. എന്നിട്ട് ഒരു പാത്രത്തിലോട്ടൊന്ന് തിരിച്ചിട്ടേക്കാം. അപ്പോൾ അതാ ഞാനൊരു പാത്രത്തിലോട്ട് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുകയാണ്. നമുക്ക് ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല മുരിഞ്ഞൊക്കെ വന്നിട്ടുണ്ട്, നല്ലൊരു കളറിലൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ചും കൂടെ ക്ലോസപ്പ് ആയിട്ട് കാണിക്കാം. ഇതാ നമ്മുടെ ഈ ഒരു സൈഡൊക്കെ നോക്കിക്കാൻ നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ബട്ടർ പേപ്പർ ഒന്ന് എടുത്ത് നോക്കാം. അങ്ങനെ അതാ നല്ല സൂപ്പർ സ്പോഞ്ചി ആയിട്ടുള്ള കേക്ക് നമുക്കിവിടെ റെഡിയാണ്. കണ്ടോ, അത് ബൗൺസ് ബാക്ക് ചെയ്യണ കണ്ടോ, ഞാനിങ്ങനെ പ്രസ് ചെയ്യുമ്പോഴത്തേക്കും അത്രയും സോഫ്റ്റും സ്പോഞ്ചിയും ആണ്. അപ്പോൾ ഇതൊന്ന് നമുക്ക് തിരിച്ചിട്ടെടുക്കാം. ഇതാ നമ്മുടെ ആപ്പിളൊക്കെ നോക്കിക്കാൻ നല്ല രീതിയിൽ തന്നെ വന്നിട്ടുണ്ട്, അങ്ങനെ തന്നെ ഇരിക്കുന്നുണ്ട്, ചെറിയൊരു കളർ മാറ്റമൊക്കെ ആയിട്ട്. അപ്പോൾ ഈ ആപ്പിളിന് പുളിയുള്ള ആപ്പിൾ ആണെങ്കിൽ പോലും നമുക്ക് നല്ല മധുരത്തിലെടുക്കാൻ പറ്റും, നമ്മൾ ആ ഒരു പഞ്ചസാരയൊക്കെ ഇട്ട് അതൊന്ന് കാരമലൈസ് ചെയ്തതുകൊണ്ട്. ഇനി നമുക്കിതിൻ്റെ മേലെ ഇതൊക്കെ തികച്ച ഓപ്ഷനിലാണ്, വേണമെങ്കിൽ അല്പം ഐസിങ് ഷുഗർ, അതായത് ഇച്ചിരി പഞ്ചസാര ഒന്ന് പൊടിച്ചിട്ട് അതൊരു അരിപ്പയിലൊന്ന് മേലെ ഒന്ന് തൂവി കൊടുക്കണമെങ്കിൽ കൊടുക്കാം. ഒരു ജസ്റ്റ് ആ ഒരു ആപ്പിൾ ഇങ്ങനെ ഇരിക്കുന്നത് കാണണ്ട എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് തൂവി കൊടുക്കാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നല്ല ടേസ്റ്റിയാണ്, നല്ല സോഫ്റ്റാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത, നമുക്കിപ്പോൾ ആപ്പിളൊക്കെ കഴിക്കാനൊക്കെ ചിലപ്പോൾ കുഞ്ഞുങ്ങൾക്ക് മടി കാണും. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഒന്ന് പരീക്ഷിക്കാവുന്ന ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. നമ്മളെപ്പോഴും ഈ ആപ്പിളൊക്കെ ഇനി മേടിച്ചിട്ട് ബാക്കിയൊക്കെ വരുമെന്നൊക്കെ ടെൻഷൻ അടിച്ചിരിക്കുവാണെങ്കിൽ വീട്ടിലുള്ള ഇച്ചിരി ഗോതമ്പ് പൊടി, ഇച്ചിരി പാല്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ചേർത്ത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അതുപോലെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. അൻറ്റിൽ ദെൻ ബൈ.